ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ടാങ്കിലെ പുതിയ കുറച്ച് അപ്ഡേറ്റാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്ഡേറ്റ് ഒന്നും ഒത്തിരി ഒന്നുമില്ല, കുറച്ച് അപ്ഡേറ്റ്. എന്നിട്ട് ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുള്ളമ്പായൽ നിന്നൊക്കെ അറിയപ്പെടുന്ന ഈ പായൽ കൊണ്ടുവച്ചു. ഇത് ഞാൻ ഒരു ചെറിയ പീസ് കൊണ്ടുവച്ചാണ്. അപ്പോഴത്തേനും ഇതിപ്പോൾ നല്ലതായിട്ട് വളർന്നു, നല്ല ഗ്രോത്ത് ഉണ്ട്. ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ നല്ലതായിട്ട് ഇപ്പം എനിക്ക് പ്ലാന്റ് കട്ട് ചെയ്ത് കണ്ടു വന്നു. ഞാൻ നല്ല അവിടെ നട്ട പ്ലാന്റ് ഈ കല്ലിൻ്റെ പുറയിലായിട്ട് അത് ഞാൻ മുറിച്ച് കണ്ട് ഇവിടെ നട്ടു. പിന്നെ ഞാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിളിച്ചിരിക്കുന്ന ഈ പ്ലാന്റ് ഉണ്ടല്ലോ, സ്റ്റെം പ്ലാന്റ് മാതിരി നല്ല ഇലകളുള്ള ഈ പ്ലാന്റ് 2-3 പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും വളരെ ഫാസ്റ്റായിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. ഈ വാലസറിയ എന്ന് പറഞ്ഞ ഈ പ്ലാന്റ് ഭയങ്കരമായിട്ട് വളർന്ന് ടാങ്കിനെക്കാട്ട് നീളത്തിൽ വളർന്നുകൊണ്ട് ഇപ്പോൾ വളഞ്ഞ് തിരിഞ്ഞു വരും. ഇപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ടി വരും ഇനി. ഈ പ്ലാന്റ് നല്ല പ്ലാന്റാണ്, നല്ലതായിട്ട് പെട്ടെന്നാണ് ഗ്രോ ചെയ്യുന്നത്. അത് വീണ്ടും വീണ്ടും നല്ല ബ്രാഞ്ചസ് ഇങ്ങനെ അതിൻ്റെ വേരിയുന്നു അതിങ്ങനെ കിളിക്കുന്നത്, പൊട്ടി കിളിക്കുന്നത്. ഇങ്ങനെ ഓരോ സൈഡിലോട്ടും വേരിട്ടിട്ട് അവിടെ വീണ്ടും കിളിക്കും. അങ്ങനെയാണ് ഈ പ്ലാന്റ് എല്ലാം കിളിക്കുന്നത്. അതിൻ്റെ വാലസറിന് വേറൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്, ഈ ചെറുത്. ഇതിന് ഇത്ര നീളം വെക്കത്തില്ല. മറ്റേ ജൈൻ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് സാധാ ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ഈ ഒരു മാക്സിമം ഈ ഒരു പൊക്കേ വരത്തുള്ളൂ. ഈ ഒരെണ്ണം ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട്, അത് അത്രേ പൊങ്ങത്തുള്ളൂ. അത് ബാക്കി അതും ഈ സെയിം പോണൊക്കെ തന്നെ വേരി ഇങ്ങനെ പൊട്ടിക്കിളിച്ച് ഇങ്ങനെ റൂട്ടുണ്ടായാണ് ഇത് കിളിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഫേണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫേണ് ഞാൻ ഇവിടെ ഇരുന്ന് ഡ്രിഫ്റ്റ് വുഡിലോട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ 2 സ്റ്റാപ്ലറിൻ്റെ പിന്നിൽ സെറ്റ് ചെയ്തിട്ട് അതിനിടയിൽ അതിങ്ങനെ സ്റ്റക്ക് ചെയ്ത് വെച്ചേക്കുക. ഫേണിനകത്ത് ഇപ്പം കിളിച്ചു തുടങ്ങി. ഫേണിന് പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വെളിയിൽ വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് അകത്തോട്ട് എടുത്ത് വെച്ചത്. അപ്പോൾ ഈ പ്ലാന്റ്സിനകത്ത് കിളിക്കാൻ ഇച്ചിരി മടി കാണിക്കുന്ന ചെടിയാണ് ഈ നിൽക്കുന്നത്, ബാക്കി ഇരിക്കുന്നത്. ഇതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇത് കിളിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ കിളിക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഇലയ്ക്കൊന്നും അത്ര ഒരു വൃത്തിയില്ല. അതായത് ഇതിനകത്ത് പെട്ടെന്ന് ആൽഗമാരി എന്തോ പിടിച്ചിട്ട് ഇലയുടെ ഭംഗിയെല്ലാം അങ്ങ് പോയി. അതാ കൊണ്ടു കട്ടാനോട്ടൊക്കെ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ മേലോട്ട് ചെറിയ ഹൈറ്റ് വന്നായിരുന്നു, അതല്ലാതെ അതിന് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ ഫ്രണ്ട് ഇരിക്കുന്ന പ്ലാന്റിൽ ഇച്ചിരി തിക്കായിട്ട് വളർന്നു കഴിയുമ്പം അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. ആ ഒരു പ്ലാന്റ് അല്ലാതെ ബാക്കി എല്ലാ പ്ലാന്റും അത്യാവശ്യം ഗ്രോ ചെയ്തായിരുന്നു. പിന്നെ ഫിൽറ്റർ ഞാൻ ഈ ആഴ്ചയല്ല 2 ആഴ്ചയായി ക്ലീൻ ചെയ്തിട്ട്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള അഴുക്കെല്ലാം ഈ കല്ലിനിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്, ഈ ഫുഡിൻ്റെ വേസ്റ്റും ഫിഷിൻ്റെ വേസ്റ്റും എല്ലാം. അപ്പം അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യണം. ഇത് റിമൂവ് ചെയ്യുമ്പം ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിയാനായിട്ട് ഒരു 2 ദിവസം എടുക്കും. പിന്നെ ഇതിനകത്തെ വെള്ളം ഒരു ചെറിയ ലെവൽ കുറഞ്ഞിട്ടുണ്ട്, അതും ഒന്ന് ഫില്ല് ചെയ്യണം. വെള്ളം ഒത്തിരി നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവന്മാർ ആൽബിനോ ഒക്കെ എടുത്ത് വെളിയിൽ ചാടും. പിന്നെയുള്ള അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വുഡിൽ ഈ ഫേൺ നട്ടതും പിന്നെ ഈ കല്ലിൻ്റെ പുറകിലൊരു ഫേൺ നട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഈ ഫേൺ വളരെ ചെറുകയാണ് വളരുന്നത് കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ഈ ഫേൺ വളരെ ചെറുകയാണ് വളർന്നു വരുന്നത്. പിന്നെ ഇതിനകത്ത് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഞാൻ പറഞ്ഞു ഈ ചെടിയും ഈ മുള്ളമ്പായൽ മാറ്റിയിട്ട് എൻ്റെ നാട്ടിൽ ഇത് മുള്ളമ്പായൽ അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തോ പേരെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു വെറൈറ്റിയാണ് പെട്ടെന്ന് വളരുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഓക്കെയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നട്ടിട്ടുള്ള സ്റ്റെം പ്ലാന്റ് ഒക്കെ ഫ്രണ്ടിലോട്ട് വേണ്ട പുതിയ ബ്രാഞ്ചസ് ഇങ്ങനെ പൊട്ടിച്ച് കിളിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട് അതിൻ്റെ പുതിയ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ഫിഷെല്ലാം ഹെൽത്തിയാണ്, ഫിഷിനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും, അവരെല്ലാം നല്ല ആക്റ്റീവാണ്. ഇവർക്ക് ഞാൻ ഇപ്പോൾ തീറ്റ കൊടുക്കുന്നത് രാവിലെയും വൈകുന്നേരം 2 നേരം മാത്രമാണ് കൊടുക്കുന്നത്, വളരെ കുറച്ചാണ് കൊടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ചെറിയൊരു അപ്ഡേറ്റ് എന്നാണ് ഞാൻ ഈ ടാങ്കിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. വേറെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ദയവായിട്ട് എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.